ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 84. ഗുഹയിൽ നിന്നും നീലക്കഴുകന്റെ സഹായത്തോടെ ഗീതാഞ്ജലിയും അമരനും രക്ഷപ്പെട്ടു. ഇനി എവിടേക്കാണ് ഗീതാഞ്ജലി പോകുന്നതെന്ന അമരന്റെ ചോദ്യത്തിന് കൂടാരത്തിലേക്ക് തന്നെയാണ് മടങ്ങുന്നതെന്ന ഗീതാഞ്ജലിയുടെ മറുപടി കേട്ട് അമരൻ ഞെട്ടി. അവന്റെ ആശങ്ക കണ്ട് ഗീതാഞ്ജലി പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, ഭയപ്പെടേണ്ടതില്ല. ഞാൻ അവന്റെ ഗ്രാമത്തിൽ എത്താത്തിടത്തോളം കാലം അവൻ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അമര. അതുമാത്രമല്ല, അവന്റെ ചെന്നായക്കൂട്ടത്തെക്കാൾ ശക്തമാണ് ഞങ്ങളുടെ മരുന്നുശാല. മറ്റു സുരക്ഷാ തലവന്മാരെ എതിർത്തും അവന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ആ വനയോര ഗ്രാമത്തിലെ എല്ലാ യോദ്ധാക്കൾക്കും ഗീതാഞ്ജലി പ്രിയപ്പെട്ടവളായിരുന്നു. അതിനാൽ സഞ്ജയൻ അവളെ ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചാലും അത് സാധിക്കില്ലെന്ന് അമരന് മനസ്സിലായി. അതാണ് അവളുടെ ആശ്വാസകരമായ പുഞ്ചിരിക്ക് പിന്നിലെ കാരണം. അവളുടെ വാക്കുകൾ കേട്ട് അമരൻ ഈ വൈദ്യവനിത യോദ്ധാക്കൾക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയവളാണെന്ന് ഓർത്ത് അത്ഭുതപ്പെട്ടു. അങ്ങനെ ഗീതാഞ്ജലിയെക്കുറിച്ചുള്ള അമരന്റെ ആശങ്കകൾ അവസാനിച്ചു. മറ്റു യോദ്ധാക്കളിൽ പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട് ഗീതാഞ്ജലിക്ക് ഒന്നും സംഭവിക്കാൻ അവർ അനുവദിക്കില്ല എന്ന് അമരൻ ഉറപ്പിച്ചു. അതിനുശേഷം ഗീതാഞ്ജലിയെ നോക്കി അമരൻ പറഞ്ഞു, ശരി, നിനക്ക് ശരിയെന്ന് തോന്നുന്നതെന്തോ അത് പ്രവർത്തിച്ചു കൊള്ളുക. അത് ശരി, ഇനി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവൾ ചോദിച്ചു. ഞാനോ? ഞാൻ ഗ്രാമത്തിലെ പ്രശസ്ത വൈദ്യവനിത ഗീതാഞ്ജലി അല്ലല്ലോ. പിന്നെ ഈ ഉള്ളവൻ അവിടുത്തെ പോലെ ഒരു സുന്ദരിയുമല്ല. അതുകൊണ്ട് നമുക്ക് ആ കൂടാരത്തിലേക്ക് വരാൻ സാധിക്കില്ല. അവിടെ വെച്ച് ആ സഞ്ജയനും കൂട്ടാളികളും എന്നെ കൊല്ലാൻ തുനിഞ്ഞാൽ തടയാനോ രക്ഷിക്കാനോ അവിടെ എനിക്ക് ആരുമില്ല. ഇനി ഞാൻ കൂടാരത്തിലേക്കില്ല. ഞാൻ ചെയ്തതിന് അവൻ എന്നെ എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും പ്രതികാരം ചെയ്യും, അമരൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങുകയാണോ? അവൾ ചോദിച്ചു. തിരിച്ചു പോവാനോ? അതിന് ഞാനൊരു ഭീരുവല്ല ഗീതാഞ്ജലി. വന്ന കാര്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന ശീലം എനിക്കിഷ്ടമല്ല. വീണ്ടും സഞ്ജയനെ കണ്ട് അവനുമായുള്ള കണക്ക് തീർത്തിട്ടേ എനിക്കിനി ഒരു മടക്കമുള്ളൂ, അമരൻ പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് ഗീതാഞ്ജലി പെട്ടെന്ന് നിശബ്ദയായി. അവൾ മൃദുവായ സ്വരത്തിൽ അവനോട് പിറുപിറുത്തു. നിങ്ങൾക്ക് ചെന്നായ സംഘത്തിന്റെ നേതാവ് 2 നക്ഷത്ര മഹായോഗിയാണെന്നറിയുമോ? അവനുമായുള്ള കണക്ക് തീർക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും, അത് മറക്കരുത്. അവളുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ഒരു പുഞ്ചിരിയോടെ അമരൻ പറഞ്ഞു. ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല ഗീതാഞ്ജലി. മനോബലം കൊണ്ടും എന്തും എളുപ്പത്തിൽ തരണം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഇത് പറയുമ്പോൾ കുറച്ചു കാലം മുമ്പ് മഹായോഗാവസ്ഥയിലുണ്ടായിരുന്ന അംഗശിരന്റെ സുന്ദരഗുരുവിനെ താൻ നേരിട്ടതെങ്ങനെയെന്ന് അമരൻ ഓർത്തു. അവന്റെ കണ്ണുകളിലെ ആത്മവിശ്വാസം കണ്ട ഗീതാഞ്ജലി ഒന്നും പറയാതെ തലയാട്ടി. അതിനുശേഷം അവൾ പർവ്വതത്തിലേക്ക് തന്റെ നോട്ടം തിരിച്ച് നീലക്കഴുകനോട് അങ്ങോട്ട് പോകാൻ ആംഗ്യം കാട്ടി. പിന്നെ കഴുകൻ മലയിലേക്ക് പറക്കാൻ തുടങ്ങിയപ്പോൾ മോതിരത്തിൽ നിന്ന് വരുണമിത്രന്റെ ശബ്ദം പൊടുന്നനെ മുഴങ്ങി. ആ ശബ്ദം അമരൻ മാത്രം കേട്ടു. കൊള്ളാം കുമാര, നീ ധീരനും കരുത്തനുമായിരിക്കുന്നു. ജീവിതവും മരണവും തമ്മിലുള്ള പോരാട്ടത്തിൽ നീ വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ നീ ഇതാ തുറന്ന ആകാശത്ത് പറക്കുന്നു. ഇത് ശരിക്കും വളരെ ഹൃദ്യമായ കാര്യമാണ്. വരുണമിത്രൻ മനസ്സ് തുറന്ന് അമരനെ അഭിനന്ദിച്ചു. വരുണമിത്രൻ ഇത് പറയുമ്പോൾ ക്ഷീണം കൊണ്ട് അമരന്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു. പക്ഷേ ഗുരുവിന്റെ ശബ്ദം കേട്ടയുടനെ അവൻ കണ്ണു തുറന്ന് പുഞ്ചിരിയോടെ ഗുരുവാക്യത്തിന് അവൻ മനസ്സിൽ ഉത്തരം നൽകി. വരുണമിത്രന് അത് കേൾക്കാൻ സാധിച്ചു. ഗുരു, നിങ്ങൾ വന്നുവോ? എത്ര നേരമായിട്ട് ഞാൻ അങ്ങയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? മോതിരം വിട്ട് എവിടെയോ മറഞ്ഞു പോയെന്ന് പോലും ഞാൻ കരുതി. വരുണമിത്രൻ ഒരു പുഞ്ചിരിയോടെ അമരന്റെ പരിഭവത്തിന് മറുപടി നൽകി. മോതിരത്തിൽ ഞാൻ കുറച്ചു സമയം വിശ്രമിക്കുകയായിരുന്നു. അതെല്ലാം പോകട്ടെ, എനിക്കിപ്പോൾ നിന്നിൽ നിന്നും ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എന്റെ ചോദ്യങ്ങൾ നന്നായി കേൾക്കൂ, എന്നിട്ട് എനിക്കുള്ള മറുപടി പറയൂ. നിന്റെ ജീവന് വേണ്ടിയുള്ള ഈ ആദ്യ യുദ്ധം എങ്ങനെയുണ്ടായിരുന്നു? ഗുരു അന്വേഷിച്ചു. അത് മോശമായില്ല ഗുരുദേവ. അമരനിൽ നിന്നും ഇത് കേട്ട ഉടനെ വരുണമിത്രൻ അവനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ശരി,
എന്റെ ഈ ചോദ്യത്തിന് കൂടി ഉത്തരം നൽകൂ കുമാര. എന്താണ് ഗുരുദേവ? വേഗം ചോദിക്കൂ. ആ സഞ്ജയനോട് നിനക്ക് ശരിക്കും പ്രതികാരം ചെയ്യണമെന്നുണ്ടോ? ഗുരു ചോദിച്ചു. അവന്റെ സ്വരത്തിലെ കുസൃതി മനസ്സിലാക്കിയ അമരൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. അങ്ങക്ക് എന്നെ കുറിച്ച് നേരത്തെ അറിയാവുന്നതല്ലേ ഗുരു? അവൻ എന്നെ കൊല്ലാൻ പുറപ്പെട്ടവനാണ്. അങ്ങനെ ചിന്തിച്ച ഒരുവനെ ഞാൻ എങ്ങനെ ഒന്നും ചെയ്യാതെ വിടും? അമരൻ ചെന്നായ സംഘത്തോട് മത്സരിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചതാണെന്ന് വരുണമിത്രന് മനസ്സിലായി. പക്ഷേ അമരനെ പരീക്ഷിക്കാനായി വരുണമിത്രൻ അവനെ ഭീഷണിപ്പെടുത്തി. നീ ഗീതാഞ്ജലി പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അതും ആലോചിക്കേണ്ട കാര്യമാണ്. ആ സഞ്ജയന്റെ പിതാവ് 2 നക്ഷത്രങ്ങളുള്ള ഒരു മഹായോഗിയാണ്. അതിന്റെ അർത്ഥം? ഗുരുദേവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപേ അമരൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. എത്രയും വേഗം ഞാൻ മഹായോഗത്തിൽ എത്തിച്ചേരണം. ഇതിനായി ഞാൻ ഈ കാട്ടിൽ രഹസ്യമായി അഭ്യാസം പരിശീലിക്കാൻ തുടങ്ങുകയാണ് ഗുരു. അങ്ങ് എത്ര വലിയ വെല്ലുവിളി നമ്മുടെ മുന്നിൽ വെച്ചാലും എനിക്കത് പ്രശ്നമല്ല. അതിന്റെ കാരണം അറിയാമോ? ഓരോ വെല്ലുവിളികളും നേരിടും തോറും ഞാൻ കൂടുതൽ ദൃഢനിശ്ചയമുള്ള ശക്തനായിക്കൊണ്ടിരിക്കുകയാണ്, അമരൻ പറഞ്ഞു. അമരന്റെ നിശ്ചയദാർഢ്യം കണ്ട് വരുണമിത്രൻ സന്തോഷിച്ചു. നന്നായി അമര. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് കുമാരനെ കുറിച്ച് അഭിമാനം തോന്നുന്നു. ഇത്തരത്തിലുള്ള ഓരോ കഠിനാധ്വാനത്തിനും നിങ്ങളിപ്പോൾ സ്വയം തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ഏറ്റവും വേഗമേറിയ മാർഗം ഞാൻ ഉടൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. 2 പേരും പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നത് ഗീതാഞ്ജലി അറിഞ്ഞില്ല. നീലക്കഴുകന്റെ മുകളിലിരുന്ന് ഇരുവരും കുറച്ചു ദൂരം ആകാശത്ത് വട്ടമിട്ടു. എന്നിട്ട് ഒരു ചെറിയ പർവ്വതത്തിന് മുകളിലെ ഒരു വലിയ കല്ലിനടുത്തേക്ക് പോകാൻ ഗീതാഞ്ജലി നീല ഭീമൻ കഴുകനോട് ആംഗ്യം കാണിച്ചു. അവൾ ആംഗ്യം കാണിച്ച ദിശയിലേക്ക് കഴുകൻ പറന്നു. പിന്നെ അവൾ പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ പർവ്വതത്തിൽ കഴുകൻ ഇറങ്ങി. അവൾ അമരനെ നോക്കി പറഞ്ഞു. അമര, കൂടാരം ഇവിടെ അടുത്താണ്. ഇനി ഞാൻ കാൽനടയായി പോകാം. കൂടാരത്തിലേക്ക് നിങ്ങൾ വരുന്നില്ലെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഈ പർവ്വതം വളരെ സുരക്ഷിതമായ സ്ഥലമാണ്. രാത്രി മുഴുവനും നിങ്ങൾക്കിവിടെ വിശ്രമിക്കാം. രാവിലെ ഇവിടെ നിന്നും എഴുന്നേറ്റ് നിങ്ങൾക്ക് പോവേണ്ട സ്ഥലത്തേക്ക് പോവാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് പറയൂ. ഞാൻ നിന്നെ അവിടെ ഇറക്കി വിടാം, അവൾ സ്നേഹത്തോടെ പറഞ്ഞു. വളരെ നന്ദി. വേണ്ട, എന്നെ ഇവിടെ ഇറക്കിയാൽ മതി. ഇനി ഞാൻ ഇവിടെ വിശ്രമിക്കാം. എനിക്കും കുറച്ച് വിശ്രമം ആവശ്യമാണ്, അമരൻ പറഞ്ഞു. വിട പറയാൻ 2 പേർക്കും സമയമായെന്ന് അമരന് മനസ്സിലായി. അതിനുശേഷം അമരൻ ഗീതാഞ്ജലിക്കരികിൽ ചെന്നു. പ്രകൃതി രമണീയമായ അതിസുന്ദരിയായ പർവ്വതനിരയിൽ നിലാവിന്റെ വെട്ടത്തിൽ ഗീതാഞ്ജലി എന്ന മാലാക തന്റെ വെള്ള വസ്ത്രത്തിൽ ഏറെ സുന്ദരിയായി തോന്നി. കാറ്റ് പ്രണയാതുരമായി വീശി. ആ സമയം അമരൻ അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി അവളോട് പറഞ്ഞു. വീണ്ടും ഇനിയൊരു കണ്ടുമുട്ടൽ ഉണ്ടാവുമോ എന്നറിയില്ല. ഭാഗ്യമുണ്ടെങ്കിൽ, വിധിയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് പതിഞ്ഞ സ്വരത്തിൽ അമരൻ അവളോട് യാത്ര പറഞ്ഞു. ആ സമയം ഗീതാഞ്ജലി അമരന്റെ കയ്യിലേക്ക് ഒരു പൊതി വെച്ചു. എന്നിട്ട് ഗീതാഞ്ജലി മൊഴിഞ്ഞു. ഇതെടുക്കൂ. ഇത് അത്ര ശക്തിയുള്ള മരുന്നല്ലെങ്കിലും ഈ കാട്ടിൽ നിന്നെ സഹായിക്കും. അമരൻ കൈകൾ വിടർത്തി നോക്കിയപ്പോൾ കയ്യിൽ ഒരു ചെറിയ പൊതി. അവൾ തന്നിൽ ചെലുത്തുന്ന ശ്രദ്ധ കണ്ട് അമരന്റെ ഹൃദയം സന്തോഷിച്ചു. അമരനും ഗീതാഞ്ജലിയും യാദൃച്ഛികമായി കണ്ടുമുട്ടിയവരാണ്. അവർ ഇതുവരെ നല്ല സുഹൃത്തുക്കൾ പോലുമല്ലെന്ന് അവന് നന്നായി അറിയാം. എന്നാലും അവൾ അവനെ ശ്രദ്ധിക്കുന്നു എന്നോർത്ത് അവന് സന്തോഷം തോന്നി. അവളിൽ നിന്നും ആ പൊതി ഏറ്റുവാങ്ങുമ്പോൾ അവളുടെ മൃദുലമായ കൈയുടെ സ്പർശം അമരൻ അനുഭവപ്പെട്ടു. അവൾക്കും അങ്ങനെ തന്നെ തോന്നി. അവളുടെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് വർദ്ധിച്ചു. മനസ്സില്ലാ മനസ്സോടെ 2 പേരും യാത്ര പറഞ്ഞു. എങ്കിൽ ഞാൻ യാത്ര തിരിക്കട്ടെ. നിങ്ങളെ കണ്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ഒന്നും മനസ്സിൽ വെക്കരുത്. അടുത്ത തവണ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഞാൻ ആ ചെന്നായ സംഘത്തെ നശിപ്പിച്ചിട്ടുണ്ടാവും. അതുവരെ നീ നിന്നെ തന്നെ സൂക്ഷിച്ചുകൊള്ളൂ. അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും മടങ്ങി. എന്നിട്ട് ആ ഇരുണ്ട കാടിനുള്ളിലേക്ക് നടന്നു മറഞ്ഞു. അവനെ കാണാതായതിനു ശേഷം
ആരും കേൾക്കാത്ത സ്വരത്തിൽ അവൾ പിറുപിറുത്തു. ഞാനും ആ ദിവസത്തിനായി കാത്തിരിക്കും. അതിനുശേഷം അവൾ നീലക്കഴുകനോട് പോകാൻ ആംഗ്യം കാട്ടി. കഴുകൻ വായുവിൽ ചിറകടിച്ച് ആകാശത്തിലെവിടെയോ അപ്രത്യക്ഷമായി. അവൾ തിരിഞ്ഞു കൂടാരം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. കാട്ടിലൂടെ നടക്കുമ്പോൾ അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു. സഞ്ജയനോടുള്ള ദേഷ്യം അവളുടെ മുഖത്ത് തെളിഞ്ഞു. എങ്ങനെയെങ്കിലും അവനോട് പ്രതികാരം ചെയ്യണമെന്നത് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. പ്രതികാരത്താൽ ജ്വലിക്കുന്ന ഗീതാഞ്ജലി പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു, ഈ സഞ്ജയ, വളരെ നിസ്സാരമായ ഒന്നായാണ് നീ പെൺകുട്ടികളെ കാണുന്നതല്ലേ? പെൺകുട്ടികളെല്ലാം പുരുഷനെ സന്തോഷിപ്പിക്കുന്ന ലഹരി പദാർത്ഥമാണെന്നാണ് നിന്റെയൊക്കെ വിചാരം. എന്നാൽ ഒരു പെൺകുട്ടി അറിഞ്ഞൊന്ന് കച്ചമുറുക്കി ഇറങ്ങിയാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നിനക്കൊന്നും ഊഹിക്കാൻ കൂടി സാധിക്കില്ല. പെൺകുട്ടി ആരാണെന്ന് ഞാൻ തെളിയിച്ച് കാണിച്ചു തരാം. നിന്റെ നീചമായ ചിന്താഗതിക്ക് ഞാൻ നിന്നെ തീർച്ചയായും ശിക്ഷിക്കും. ശപിച്ചുകൊണ്ട് അവൾ നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ കൂടാരത്തിലെത്തി സമാധാനമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ കൂടാരത്തിന് പുറത്തുനിന്ന് ഉയർന്ന ശബ്ദങ്ങൾ കേട്ടാണ് അവൾ ഉറക്കത്തിൽ നിന്നുണർന്നത്. ആ ശബ്ദം അവൾക്ക് പരിചിതമായിരുന്നു. അതിനാൽ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് വസ്ത്രം മാറ്റി ദേഷ്യത്തോടെ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി. കൂടാരത്തിന് പുറത്ത് ഏകദേശം 7-8 സൈനികർ ഒരു യുവാവിനെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഗീതാഞ്ജലിയുടെ കൂടാരത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ സഞ്ജയനെയാണ് കാവൽക്കാർ തടഞ്ഞു വെച്ചത്. ഗീതാഞ്ജലി പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ പട്ടാളക്കാർ പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നിന്നു. അവൾ ആദ്യം അവിടെയുള്ള എല്ലാ യോദ്ധാക്കളെയും നോക്കി ഹൃദ്യമായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അവൾ സഞ്ജയന്റെ നേരെ തിരിഞ്ഞു. അവൾ ഒരു പുഞ്ചിരിയോടെ അവനോട് സംസാരിച്ചു. നീ എന്തിനാ ഇത്ര രാവിലെ എന്റെ കൂടാരത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്? എന്താ കാര്യം? അവളുടെ പരിഹാസച്ചിരി കണ്ട് സഞ്ജയന് ദേഷ്യം വരാൻ തുടങ്ങി. എന്നാൽ സമീപത്തുള്ള ചില യോദ്ധാക്കൾ തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ സഞ്ജയൻ ആ ദേഷ്യം മറച്ചുവെച്ചു. അവൻ ഒരു കള്ളച്ചിരിയോടെ അവളോട് പറഞ്ഞു, ഇതൊന്നും വലിയ കാര്യമല്ല വൈദ്യേ. നേരം വെളുത്തിട്ട് കുറച്ച് നേരമായില്ലേ? നേരം വൈകിയതിനാൽ ഞാൻ വന്ന് നിന്നെ ഉണർത്തി വീണ്ടും യാത്ര തുടങ്ങാം എന്ന് കരുതി. അവൻ കൂടാരത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അവിടെ എങ്ങും അമരനെ കാണാത്തത് മൂലം അവന്റെ മുഖത്ത് നിരാശ നിഴലിച്ചു. അവന്റെ മുഖഭാവം നിരീക്ഷിച്ച ഗീതാഞ്ജലിക്ക് അവന്റെ മാറ്റത്തിന്റെ കാരണം മനസ്സിലായി. അവൾ മറ്റു യോദ്ധാക്കളോട് കുറച്ചു നേരം മാറി നിൽക്കാൻ ആംഗ്യം കാണിച്ചു. അവർ പോയ ശേഷം അവൾ സഞ്ജയനോട് സംസാരിച്ചു. എന്താ സഞ്ജയ, എലി പൂച്ചയെ തേടി വരുമെന്ന് കരുതിയോ? അവൾ പറഞ്ഞു. ഞാനൊന്നും ചെയ്യില്ലെന്ന് കരുതി നീ ധൈര്യമായി തിരിച്ചു വന്നതാണെന്ന് എനിക്കറിയാം. എന്തായാലും നീ എന്റെ ലക്ഷ്യമല്ല. ആ അമരനെയാണ് എനിക്ക് കിട്ടേണ്ടത്. അവനെ എന്നെ ഏൽപ്പിക്കുന്നതാണ് നിനക്ക് നല്ലത്. അവൻ എവിടെയുണ്ടെന്ന് പറയൂ, ഞാൻ നിന്നെ യാതൊരു വിധത്തിലും ശല്യം ചെയ്യില്ല. സഞ്ജയൻ പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് അവൾ സന്തോഷത്തോടെ കൈകൾ വിടർത്തി അവനോട് പറഞ്ഞു. നീ പറയുന്നതൊക്കെ ശരി, പക്ഷേ അവൻ പോയി. എന്താ പറഞ്ഞത്? അവൻ പോയെന്നോ? സഞ്ജയൻ അത്ഭുതപ്പെട്ടു. നീ മിടുക്കനാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നിനക്കൊരു ചെറിയ കാര്യം പോലും അറിയില്ല. അവൻ എന്നോടൊപ്പം ഈ കൂടാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് കരുതിയോ നീ? അങ്ങനെ ഒരു വിഡ്ഢിത്തം കാണിക്കാൻ മാത്രം മണ്ടനല്ല അമരൻ. അവൻ അതിബുദ്ധിമാനായ യോദ്ധാവാണ്, അവൾ പറഞ്ഞു. ഗീതാഞ്ജലി അമരനെ പുകഴ്ത്തുന്നത് സഞ്ജയന് സഹിച്ചില്ല. അവന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. അവന്റെ ചുണ്ടുകൾ ദേഷ്യം കൊണ്ട് വിറച്ചു. പക്ഷേ യോദ്ധാക്കളുടെ മുന്നിൽ നിന്ന് തനിക്ക് അവളെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഗീതാഞ്ജലി ഇത്ര ധൈര്യത്തോടെ സംസാരിക്കുന്നതെന്ന് സഞ്ജയനറിയാം. ഗീതാഞ്ജലിയെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ യോദ്ധാക്കൾ മാന്ത്രിക വനത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഗീതാഞ്ജലിയെ മാന്ത്രിക മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ജീവൻ പണയപ്പെടുത്തിയാണ് ഓരോ യോദ്ധാവും ഈ അപകടകാരിയായ വനത്തിൽ നിലകൊള്ളുന്നത്. അതിനാൽ ഗീതാഞ്ജലിക്കൊന്നും സംഭവിക്കാൻ അവർ അനുവദിക്കില്ലെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. ഇതിൽ നിരാശനായ സഞ്ജയൻ കോപത്തോടെ ഗീതാഞ്ജലിയെ ശപിച്ചു. നിന്റെ മരണം ഒരു നാൾ വളരെ മോശമായ രീതിയിലായിരിക്കും സംഭവിക്കുക. അതുമാത്രമല്ല, അവൻ ആരാണ്, ആ അമരൻ, അതേ വിധി തന്നെയാവും അവനും. അവൻ എന്റെ കൈകൊണ്ടാവും മരണം വരിക്കുക. സഞ്ജയൻ പിറുപിറുത്തു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ പ്രവചനത്തെ അവഗണിച്ചു. അധ്യായം 85. സഞ്ജയൻ കോപത്താൽ ഗീതാഞ്ജലിയെ ശപിച്ചു. അത് കേട്ടവൾ നോക്കാം
എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ മരുന്ന് ശേഖരിക്കുന്നവരിൽ ഒരാൾ അവളുടെ അടുത്തേക്ക് വന്നു. അയാൾ ആ വൈദ്യവനിതയെ വണങ്ങി. അമ്മേ, ആവശ്യത്തിന് മരുന്ന് ശേഖരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിരികെ പോയാലോ? അവൻ പറഞ്ഞു. ഓ, തീർച്ചയായും, ഇനി നമുക്ക് മടങ്ങാം, അവൾ പറഞ്ഞു. ഇത്രയും പറഞ്ഞവൾ വക്രമായ പുഞ്ചിരിയോടെ സഞ്ജയനെ നോക്കി. പിന്നെ മറ്റു പട്ടാളക്കാരോട് പറഞ്ഞു. യോദ്ധാക്കളെ, ശ്രദ്ധിച്ചു കേൾക്കൂ. ചെന്നായ് സംഘത്തിലെ ചില യോദ്ധാക്കൾക്ക് പരിക്കുകൾ പറ്റിയതുകൊണ്ട് എന്നെ സംരക്ഷിക്കാനായി നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമാണോ? എനിക്കായി നിങ്ങൾ ഇത് ചെയ്യാമോ? അവളുടെ തേൻമൊഴി കേട്ട ചുറ്റുമുള്ള യോദ്ധാക്കൾ എല്ലാം ഉപേക്ഷിച്ച് അവളുടെ ചോദ്യത്തിന് ഉടൻ തന്നെ സമ്മതം മൂളി. എല്ലാ യോദ്ധാക്കളുടെയും ആവേശം കണ്ട് സഞ്ജയിന് സ്വയം രക്ഷക്കായാണ് അവൾ ഇത്തരത്തിൽ ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് ദേഷ്യത്തോടെ അവൻ അവളെ ചുട്ടുകളയാനുള്ള ദേഷ്യത്തോടെ നോക്കി. യോദ്ധാക്കൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഗീതാഞ്ജലി പുഞ്ചിരിച്ചുകൊണ്ട് മൃദുസ്വരത്തിൽ സഞ്ജയനോട് പറഞ്ഞു. ആ സഞ്ജയ, അമരൻ നിന്നോടൊരു കാര്യം പറയാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ഞാനത് പറയാൻ മറന്നുപോയി. ഇത് കേട്ട് സഞ്ജയൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. എനിക്കറിയാം അവൻ എന്ത് പറയുമെന്ന്. എനിക്ക് നന്നായി അറിയാം. അവൻ ജീവന് വേണ്ടി യാചിച്ചിട്ടുണ്ടാവും. അവനെ ജീവിക്കാൻ അനുവദിക്കാൻ എന്നോട് ശുപാർശ ചെയ്യാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ, അവൻ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ അവനോട് ക്ഷമിക്കില്ല. അവന് ഗുഹയിൽ നിന്നും ലഭിച്ച നിധിയെല്ലാം എന്നെ ഏൽപ്പിച്ചാൽ ഒരു പക്ഷേ ഞാൻ അവനോട് ക്ഷമിക്കും. അവന്റെ അഹങ്കാരം കേട്ട് ഗീതാഞ്ജലി ഉറക്കെ ചിരിച്ചു. അപ്പോൾ അവൾ ചിരി നിയന്ത്രിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. നിനക്ക് തെറ്റിപ്പോയി സഞ്ജയ. നീ വിചാരിക്കുന്നത് പോലെ അവൻ ഒന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞതെന്നറിയാമോ? എത്രയും വേഗം നിന്നെ തേടി വരുമെന്ന് എന്നോട് പറഞ്ഞു. അത് കേട്ട് അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് വിടർന്നു. ആ കണ്ണുകളിൽ അമരനെ കീഴടക്കാനുള്ള മോഹം ജ്വലിച്ചു തുടങ്ങി. അതേ ദേഷ്യത്തോടെ തലയാട്ടി. കൊള്ളാം, അവൻ മാന്ത്രിക മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടട്ടെ. അവനെ സ്വീകരിക്കാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, അവൻ അലറി. ഇതും പറഞ്ഞയാൾ മറ്റു പട്ടാളക്കാർക്കൊപ്പം അവിടം വിട്ടുപോയി. അവൻ പോയതിനു ശേഷം മരങ്ങൾക്കിടയിൽ ആരുടെയോ നിഴൽ നീങ്ങുന്നത് കണ്ട് അവൾ പുഞ്ചിരിച്ചു തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. അവൻ പോകുന്നത് നോക്കി നിന്ന നിഴൽ മറ്റാരുമല്ല, അമരനായിരുന്നു. അമരൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി പിറുപിറുത്തു. കാത്തിരിക്കൂ സഞ്ജയ, എന്നെ വരവേൽക്കാൻ കാത്തിരിക്കൂ. ഞാൻ ഉടൻ തന്നെ നിന്നെ കാണാൻ വരും. കഴിഞ്ഞ രാത്രി ഞാൻ നിന്നെ വെറുതെ വിട്ടു. പക്ഷെ അടുത്ത തവണ ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. നിന്നെ നടക്കാൻ പോലും ഞാൻ അനുവദിക്കില്ല. പ്രഭാതത്തിലെ തണുത്ത കാറ്റ് അമരനെ തഴുകി വീശി. അവൻ തിരിഞ്ഞു കൊടുംകാട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. സഞ്ജയനുമായുള്ള പോരാട്ടത്തിനിടെ മുതുകിൽ നിന്നും മാറ്റിവെച്ച കല്ല് വീണ്ടും അമരന്റെ മുതുകിൽ അലങ്കാരമായി നിന്നു. തന്റെ അറിവ് തേടിയുള്ള ദുഷ്കരമായ യാത്ര ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന് അമരന് ബോധ്യം വന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് അവനറിയില്ല. ഗീതാഞ്ജലി അമരന്റെ നിഴൽ ദൂരെ നിന്ന് കണ്ടു. അവൾ ചിരിച്ചുകൊണ്ട് കൂടാരത്തിലേക്ക് പോയി. 2 ദിവസം കടന്നുപോയി. ഈ 2 ദിവസങ്ങളിൽ അമരൻ 10ഓളം മാന്ത്രിക മൃഗങ്ങളുമായി യുദ്ധം ചെയ്തു. അതിൽ 2 മൃഗങ്ങളെ അവൻ പോരാടി തോൽപ്പിച്ചു. എന്നാൽ മറ്റു മൃഗങ്ങളുമായി അവൻ ഏറ്റുമുട്ടിയില്ല. പകരം ആക്രമിക്കാൻ വന്ന മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവ പിന്തിരിയുന്നത് വരെ ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു. എന്നാൽ ഓരോ തവണ ഓടിക്കഴിയുമ്പോഴും ജീവൻ മരണ പോരാട്ടം എന്താണെന്ന് അമരൻ അറിഞ്ഞു. കൂടാതെ ഈ 2 ദിവസങ്ങളിൽ പരിശീലനത്തിന് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ അമരൻ കഠിനമായി ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരമൊരു സ്ഥലം കണ്ടെത്താനായില്ല. കാരണം വരുണമിത്രൻ അമരൻ കണ്ടെത്തുന്ന ഓരോ സ്ഥലത്തിനും എന്തെങ്കിലും കുഴപ്പം കണ്ടെത്തും. അതിനാൽ അവൻ ഒരിടത്തും നിൽക്കാതെ നടന്നു. ഇടയ്ക്കിടെ മാന്ത്രിക മൃഗങ്ങളോട് പോരടിച്ചും അവയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടും ദിനങ്ങൾ താണ്ടി. എന്നാൽ ഒരിടത്തുകൂടെ അമരൻ നടക്കുമ്പോൾ പെട്ടെന്ന് കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു മുഴക്കം കേട്ടു. പിന്നെ അവൻ തിടുക്കത്തിൽ അവിടെ കൂട്ടിയിട്ടിരുന്ന ഉണങ്ങിയ ഇലകൾ കൊണ്ട് തന്റെ ദേഹം പൊതിഞ്ഞു. പൂർണ്ണമായും മറഞ്ഞിരുന്ന അമരൻ ഇലകൾക്കിടയിലൂടെ കുറ്റിക്കാട്ടിലേക്ക് എത്തി നോക്കി. കുറ്റിക്കാട്ടിൽ നിന്നും പുറത്തു വന്ന നിഗൂഢമായ മൃഗത്തെ കണ്ട് അമരന്റെ കണ്ണുകൾ ഭയത്താൽ വിടർന്നു. ഒരു കൂറ്റൻ ചെന്നായ തന്റെ മുന്നിൽ ക്രൂരമായി നിൽക്കുന്നത് അവൻ കണ്ടു. അതിന് ചുവപ്പ് നിറമായിരുന്നു.
അതിന്റെ കണ്ണുകളും ചുവന്നു തുടുത്തിരുന്നു. അവൻ ഭയന്ന് ശ്വാസം അടക്കി പിടിച്ചു നിന്നു. ആ ചെന്നായയുടെ ശക്തി മനുഷ്യരുടെ 6 നക്ഷത്ര അപരായുധ ശക്തിക്ക് തുല്യമായിരുന്നു. അവൻ വിറയിലൂടെ ചെന്നായയെ നോക്കി. കാരണം മുമ്പ് ചുവന്ന ചെന്നായയെ കാണുമ്പോഴെല്ലാം അവൻ നിശബ്ദമായി മറ്റൊരു വഴിക്ക് പോകും. ഭാരമുള്ള ഒരു കല്ല് മുതുകിൽ ചുമന്നതിനാൽ ചെന്നായയോട് പോരാടുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ അതിനു മുമ്പിൽ പെട്ടിരിക്കുകയാണ്. ഭീമൻ ചെന്നായ അമരന്റെ അടുത്ത് വന്ന് മുരണ്ടു. പക്ഷേ ചെന്നായ അറിഞ്ഞില്ല അമരൻ ഇലകളിൽ ഒളിച്ചിരിക്കുന്നത്. അത് വളരെ അടുത്ത് വന്ന് മണം പിടിക്കുകയായിരുന്നു. ആ സമയം അമരന്റെ ശ്വാസം പോലും നിലച്ചു. പെട്ടെന്ന് വീശിയടിച്ച കാറ്റിൽ ഉണങ്ങിയ ഇലകൾ വായുവിൽ പറന്നുയർന്നു. ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്ന അമരൻ പുറത്തു വന്നു. ഇത് കണ്ട് ചെന്നായ ആക്രോശത്തോടെ അവന്റെ നേരെ പാഞ്ഞെടുത്തു. അമരൻ പെട്ടെന്ന് മുഷ്ടി ചുരുട്ടി. ഇതിനെ തുടർന്ന് അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു വലിയ അളവിലുള്ള ഊർജം പുറപ്പെടുകയും അവന്റെ കൈകൾക്ക് ചുറ്റും വലയം ചെയ്യുകയും ചെയ്തു. ചക്രശക്തി എന്നലറിക്കൊണ്ട് തന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ചെന്നായയെ അമരൻ ആക്രമിച്ചു. ഈ ആക്രമണത്തോടെ ചെന്നായ ഒറ്റ അടിയിൽ പെട്ടെന്ന് 10 കാതം ദൂരത്തേക്ക് തെറിച്ചുപോയി. ഇടിയുടെ ആഘാതത്തിൽ ചെന്നായ പറന്ന് മരക്കൊമ്പിൽ ഇടിച്ചു താഴെ വീണു. ചെന്നായയെ തോൽപ്പിച്ചെന്ന് അമരന് മനസ്സിലായി. ചെന്നായയുടെ പരാജയം ഉറപ്പുവരുത്തിയ അമരൻ ചെന്നായ വീണു കിടക്കുന്ന ഇടത്തെത്തി കൈകൾ തുറന്ന് ചെന്നായയുടെ കഴുത്ത് പിടിച്ച് പെട്ടെന്നൊരു കഠാര കഴുത്തിൽ പ്രയോഗിച്ചു. ചെന്നായ ചത്തു. സ്വന്തം സംരക്ഷണത്തിനായി കരുതിയ കഠാര കൊണ്ട് ചെന്നായയുടെ തല വെട്ടിയെടുക്കാൻ അമരൻ തയ്യാറായി. ചത്ത മൃഗത്തിന്റെ തല വെട്ടിമാറ്റാൻ അമരൻ ആഗ്രഹിച്ചില്ലെങ്കിലും മാന്ത്രിക കല്ല് കണ്ടെത്താനുള്ള ഏക മാർഗം അത് മാത്രമായിരുന്നു. ചെന്നായയോട് ക്ഷമാപണം നടത്തി അവൻ തന്റെ കഠാര കൊണ്ട് അതിന്റെ തല വെട്ടി. തുടർന്ന് അമരൻ ചെന്നായയുടെ തലയ്ക്കുള്ളിൽ ഒരു മാന്ത്രിക കല്ല് കണ്ടെത്തി. അത് കണ്ട് അമരന്റെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു. മാന്ത്രിക കല്ലോ? ഗുരു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ കല്ല് വളരെ വളരെ മനോഹരമാണ് ഗുരു. അമരൻ ആവേശത്തോടെ വരുണമിത്രനോട് പറഞ്ഞു. ജ്വലിക്കുന്ന ആ മാന്ത്രിക കല്ല് ചുവന്നു തിളങ്ങി. മാന്ത്രിക ചെന്നായ ചുവപ്പാകാൻ കാരണം ഈ കല്ലായിരിക്കാം എന്ന് അമരൻ ചിന്തിച്ചു. മാന്ത്രിക കല്ല് ചെന്നായയുടെ തലയിൽ നിന്നെടുത്തപ്പോൾ ആ കല്ല് ചെന്നായയുടെ ചോരയിൽ കുതിർന്നിരുന്നു. അതൊന്നും വകവയ്ക്കാതെ അമരൻ ആ കല്ല് കയ്യിലെടുത്തു. തുണി കൊണ്ട് രക്തം വൃത്തിയാക്കി നിധിമോതിരത്തിൽ വെച്ചു. എന്നിട്ട് ചെന്നായയുടെ ശരീരം വലിച്ചടുത്തുള്ള ജലസ്രോതസ്സിലേക്ക് നടക്കാൻ തുടങ്ങി. മരങ്ങൾക്കിടയിലൂടെ പോയ അമരൻ വെള്ളത്തിന്റെ ശബ്ദം കേട്ട് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. അടുത്തെത്തുമ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ടപ്പോൾ അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. അമരൻ അവസാനത്തെ മരത്തിനടുത്തെത്തിയപ്പോൾ തന്നെ അവൻ തന്റെ മുന്നിൽ കണ്ടു പ്രകൃതിയുടെ ആ അതിമനോഹരമായ ദൃശ്യം. അത് കണ്ടപ്പോൾ അവൻ ആഹ്ലാദത്താൽ ആവേശത്തോടെ തുള്ളിച്ചാടി. കാരണം ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ജലധാര അമരൻ കണ്ടിട്ടില്ലായിരുന്നു. ഗുരു, ഇതെന്തൊരു അത്ഭുതം! ഇതുപോലൊരു വെള്ളച്ചാട്ടം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഗുരു. ഇതൊരു സാധാരണ വെള്ളച്ചാട്ടമല്ല. ആകാശത്ത് നിന്ന് മഹാലക്ഷ്മി വെള്ളി നാണയങ്ങൾ വാരി വിതറിയത് പോലെയുണ്ട്. ഈ അരുവി എത്ര ഉജ്ജ്വലമായി തിളങ്ങുന്നുവെന്ന് നോക്കൂ. 10 കണ്ണുണ്ടായാലും ഈ സൗന്ദര്യം ആസ്വദിക്കാൻ മതിയാവില്ല. ഇതെത്ര മനോഹരമാണെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ ഗുരുവേ? അവൻ ആവേശത്തോടെ വിളിച്ചു കൂവി. ഉയർന്ന മലയിൽ നിന്ന് വീഴുന്ന വെള്ളച്ചാട്ടത്തിലെ വെള്ളം ഒരു വലിയ കല്ലിൽ തട്ടി പല ദിക്കിലായി തെറിച്ചു. വെള്ളച്ചാട്ടത്തിന് ഇരുവശവും ഉയർന്ന മലനിരകളുണ്ടായിരുന്നു. അതിൽ സ്ഥിരമായി വെള്ളം വീഴുന്നതിനാൽ അതിൽ ധാരാളം വലിയ കുഴികളുള്ളത് അമരൻ ശ്രദ്ധിച്ചു. ആ ദ്വാരങ്ങൾ ഓരോന്നും വളരെ വലുതായിരുന്നു. ചില ദ്വാരങ്ങൾ ഗുഹകൾ പോലെ ആഴമുള്ളവയായിരുന്നു. വെള്ളച്ചാട്ടത്തിന് മറുകരയിലുള്ള കുന്നിൻ മുകളിലെ ഗുഹ കണ്ടപ്പോൾ അമരൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവസാനം പരിശീലനത്തിന് പറ്റിയ സ്ഥലം അമരൻ കണ്ടെത്തി. ഇത് ഗുരുവിനെ അറിയിക്കാൻ അവന്റെ ഹൃദയം തുടിച്ചു. ഗുഹയെ പാറകളാൽ മൂടിയതുകൊണ്ട് മാന്ത്രിക മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ കഴിയുമെന്ന് അമരൻ ചിന്തിച്ചു. അതിനാൽ തന്റെ പരിശീലനത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്ന് അവൻ ഉറപ്പായിരുന്നു. ഇതൊക്കെ ആലോചിച്ച് അവൻ സന്തോഷത്താൽ തുള്ളിച്ചാടി. അയ്യോ, ഒടുവിൽ എനിക്ക് പരിശീലിക്കാൻ പറ്റിയ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. ഈ ഗുഹയിൽ നിന്നെങ്കിലും പരിശീലനം തുടങ്ങണം. ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാകില്ല.
എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ തന്നെ ഞാൻ ഗുഹയ്ക്കകത്ത് കയറി അതിന്റെ കവാടം അടയ്ക്കും. പിന്നെ സമാധാനത്തോടെ സുരക്ഷിതനായി എനിക്ക് എന്റെ പരിശീലനം തുടരാൻ സാധിക്കും. അമരൻ ചിന്തിച്ചു. ഇതും പറഞ്ഞുകൊണ്ട് അമരൻ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ മുഖത്ത് തണുത്ത വെള്ളം തെറിക്കുന്നത് അനുഭവപ്പെട്ടു. അവന് സന്തോഷം അടക്കാനായില്ല. എന്തോ ഓർത്തു. ഉടൻ തന്നെ സംഭരണ വളയത്തിൽ നിന്ന് 2 കടലാസ് കഷ്ണങ്ങൾ പുറത്തെടുത്തു. ഗുഹയിലെ ഒരു രഹസ്യപ്പെട്ടിയിൽ നിന്നും കിട്ടിയ കടലാസുകളായിരുന്നു അത്. അവ കണ്ടെത്തിയ നിമിഷം അവൻ പല അപകടങ്ങളിലായിരുന്നു. അതിനാൽ കടലാസ് നോക്കാൻ പോലും അമരന് സമയം കിട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവൻ ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. സ്വർഗതുല്യമായൊരിടം. അവൻ സന്തോഷത്തോടെ കടലാസ് കയ്യിലെടുത്തു. അത് വായിച്ച് അമരൻ വെള്ളച്ചാട്ടം കടക്കാനുള്ള വഴി തേടാൻ തുടങ്ങി. വെള്ളച്ചാട്ടം മുറിച്ചു കടക്കുമ്പോൾ മാന്ത്രിക മൃഗങ്ങൾ പെട്ടെന്ന് ആക്രമിക്കാതിരിക്കാൻ ശാന്തനായും നിശബ്ദമായും അമരൻ ഓരോ ചുവടും വെച്ചു. ചുറ്റുമുള്ള ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവൻ വെള്ളച്ചാട്ടത്തിന്റെ മറുകരയിലെത്തി. അവിടെ എത്തിയ അമരൻ കണ്ടതൊന്നല്ല, 2 ഒട്ടനവധി ഗുഹകളാണ്. ആ ഗുഹകൾക്കിടയിൽ നിന്നും അമരന് ശാന്തമായി അഭ്യസിക്കാൻ പറ്റിയൊരു ഗുഹ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ഗുഹ അവന്റെ കണ്ണിൽപ്പെട്ടത്. അത് മറ്റു ഗുഹകളിൽ നിന്ന് അല്പം മുകളിലായി ഏകദേശം 5-6 കാതം ഉയരത്തിലായിരുന്നു. അമരൻ കല്ലുകളിൽ ശ്രദ്ധയോടെ കാലുകൾ കയറ്റി ഗുഹയിലേക്ക് കയറാൻ തുടങ്ങി. അബദ്ധത്തിൽ പാറയിൽ ചവിട്ടിയാൽ അഗാധമായ വെള്ളച്ചാട്ടത്തിലേക്ക് വീഴും. അവൻ വളരെ പതുക്കെ പാറയിൽ മുറുകെ പിടിച്ച് കയറാൻ തുടങ്ങി. അങ്ങനെ അമരൻ എളുപ്പത്തിൽ ഗുഹയുടെ പ്രധാന കവാടത്തിലെത്തി. ഗുഹയിൽ പ്രവേശിച്ചയുടൻ മുഖത്ത് ഒരു തണുത്ത കാറ്റ് അനുഭവപ്പെട്ടു. അവൻ കണ്ണുകൾ അടച്ച് കുറച്ചു നിമിഷങ്ങൾ സമാധാനത്തോടെ ശ്വസിച്ചു. പുറത്തുനിന്ന് അല്പം ചെറുതായി തോന്നിയ ആ ഗുഹയുടെ അകത്ത് കയറി നോക്കിയപ്പോൾ വളരെ വലുതായിരുന്നു. അവൻ ഗുഹയുടെ തറയിലേക്ക് നോക്കി. അവിടെ ഇതിനകം ഏതെങ്കിലും മാന്ത്രിക മൃഗങ്ങൾ താമസിക്കുന്നുണ്ടോ എന്ന് ഒരു നിമിഷം അമരൻ ചിന്തിച്ചു. പക്ഷേ ഗുഹയിൽ ഒരിടത്തും അടയാളങ്ങളൊന്നും കാണാത്തതിനാൽ അമരൻ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ട് ഗുഹ വൃത്തിയാക്കാൻ തുടങ്ങി. ഗുഹ നന്നായി വൃത്തിയാക്കിയ ശേഷം അമരൻ തന്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന മോതിരത്തിൽ നിന്നും മെത്ത പുറത്തെടുത്ത് ആ മൃദുവായ മെത്ത ഗുഹയിൽ വിരിച്ചു. ശേഷം അമരൻ ഒരു വലിയ പാറ ഉരുട്ടി ഗുഹയുടെ പ്രധാന കവാടം അടച്ചു. അങ്ങനെ തനിക്കല്ലാതെ മറ്റാർക്കും ഗുഹയിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുവരുത്തി. താൻ ഈ ഗുഹയിൽ ഒരുപാട് സമയം ചിലവഴിക്കാൻ പോവുകയാണെന്ന് അമരന് നന്നായി അറിയാമായിരുന്നു. അതിനാൽ അവൻ തന്റെ സുരക്ഷയിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനുശേഷം അമരൻ പൂർവികരുടെ ഗുഹയിൽ നിന്നെടുത്ത 3 തിളങ്ങുന്ന മുത്തുകൾ നിധിമോതിരത്തിൽ നിന്ന് പുറത്തെടുത്തു. മുത്തുകൾ വേർതിരിച്ചെടുത്ത ശേഷം അവൻ അവയെ ഗുഹയുടെ ചുവരുകളിൽ പതിപ്പിച്ചു. ആ മുത്തിന്റെ പ്രഭ മൂലം ഗുഹ തിളങ്ങാൻ തുടങ്ങി. ഒരിക്കൽ കൂടി അമരൻ ആ ഗുഹ മുഴുവൻ നിരീക്ഷിച്ചു. ഗുഹ മുത്തിന്റെ പ്രഭാവത്തിൽ കണ്ടപ്പോൾ ഗുഹയുടെ ശോഭയിൽ അമരന് സന്തോഷം അടക്കാനായില്ല. പിന്നെ ഒരു ദീർഘനിശ്വാസത്തോടെ അമരൻ മൃദുവായ തന്റെ മെത്തയിൽ ഇരുന്നു. കുറച്ചുനേരം വെറുതെ ഇരുന്ന അമരൻ കൈകൾ കൂപ്പി തന്റെ ശക്തി പ്രയോഗിക്കാൻ തുടങ്ങി. കുറച്ചു നാളുകളായി താൻ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ക്ഷീണം മറികടക്കാൻ തന്റെ ശക്തികൾ ഉപയോഗിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ധ്യാനത്തിൽ മുഴുകിയപ്പോൾ തന്നെ ശ്വാസോച്ഛ്വാസം മുഴങ്ങാൻ തുടങ്ങി. പിന്നീട് ക്രമേണ ഊർജങ്ങൾ അമരനെ വലയം ചെയ്യാൻ തുടങ്ങി. തന്റെ ശരീരത്തിലെ എല്ലാ സുഷിരങ്ങളിൽ നിന്നും ഊർജം പ്രസരിക്കുന്നതായി അമരന് അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പോൾ പൊടുന്നനെ ഊർജത്തിന്റെ ചുഴലിക്കാറ്റ് അമരന്റെ അടിനാഭിയിൽ അനുഭവപ്പെട്ടു തുടങ്ങി. മെല്ലെ മെല്ലെ ഊർജങ്ങളുടെ ഭ്രമണവേഗം കൂടുതലായി അമരൻ അനുഭവപ്പെട്ടു. തന്റെ ഈ മാറ്റത്തിൽ അമരൻ അതിയായി സന്തോഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അമരൻ തന്റെ അപരായുധ നില ഉയർന്നതായി മനസ്സിലാക്കിയത്. അവന്റെ ശക്തികൾ മുമ്പ് വെളുത്ത നിറത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവയുടെ നിറം ഇളം മഞ്ഞയായി മാറിയിരിക്കുന്നു. ശരീരത്തിലെ ഊർജപ്രവാഹത്തിന്റെ വേഗതയും മുമ്പത്തേക്കാൾ 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടെന്നും അമരൻ തിരിച്ചറിഞ്ഞു. തന്റെ പുതിയ മാറ്റങ്ങൾ മനസ്സിലാക്കിയ അമരൻ പതിയെ കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ തന്നെ അവൻ ആദ്യം കണ്ടത് തന്റെ ശരീരത്തിൽ നിന്ന് ഊർജം പുറത്തേക്ക് വരുന്നതാണ്. അവൻ പുഞ്ചിരിക്കാൻ തുടങ്ങി. അവന്റെ പുഞ്ചിരിക്ക് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. ശരീരത്തിലെ ഊർജപ്രവാഹം മൂലം അവന്റെ ക്ഷീണം പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. ഇനി 1-2 മാസങ്ങൾക്കുള്ളിൽ 5 നക്ഷത്ര നിരയിൽ നിന്നും 6 നക്ഷത്ര അപരാജിത നിരയിലേക്ക് തനിക്ക് ഉയരാൻ കഴിയുമെന്ന് അമരൻ വിശ്വസിച്ചു.
അധ്യായം 86. അമരൻ ഇപ്പോൾ 6 നക്ഷത്ര ശക്തി ലഭിച്ചത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. മുതുകിൽ കല്ല് തൂങ്ങിക്കിടന്നിട്ടും ഈ 6 നക്ഷത്രങ്ങൾ ലഭിക്കുന്നത് വളരെ വലിയ കാര്യമാണ്. അമരൻ ഒരുപക്ഷെ ആ കല്ല് മുതുകിൽ നിന്ന് നീക്കിയാൽ അവന്റെ 6 നക്ഷത്ര ശക്തി ഒരാളുടെ 8 നക്ഷത്ര ശക്തിക്ക് തുല്യമായിരിക്കും. അവൻ തന്റെ ശക്തികളെ നിയന്ത്രിച്ച് കറുത്ത കടലാസ് കൈപ്പത്തിയിൽ വെച്ചു. ഈ കടലാസിൽ ഗുഹയിൽ നിന്ന് ലഭിച്ച 2ാം നില പറക്കുന്ന വിദ്യയെക്കുറിച്ച് പരാമർശിക്കുന്ന രേഖകളായിരുന്നു. ആകാശത്ത് പറക്കാൻ ഇഷ്ടമില്ലാത്തവർ ഉണ്ടാവില്ല. എല്ലാവരും സ്വപ്നം കാണുന്ന ഒന്നാണത്. എന്നാൽ അമരനും അങ്ങനെ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഇന്ന് ആ സ്വപ്നം സാക്ഷാത്കരിച്ചപ്പോൾ അമരന്റെ മുഖത്ത് ഒരുതരം സന്തോഷം തെളിഞ്ഞു തുടങ്ങി. അപകടകാരികളായ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം ആകാശമാർഗെ പറക്കുന്നതാണെന്ന് അവൻ അറിയാമായിരുന്നു. ഗീതാഞ്ജലി അന്ന് രാത്രി നീലക്കഴുകനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ അവർ 2 പേർക്കും ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായേനെ. അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ രക്ഷപ്പെടുമായിരുന്നില്ല. അതിനാൽ പറക്കാനുള്ള വിദ്യ വളരെ ഉപയോഗപ്രദമാകുമെന്ന് അമരൻ വിശ്വസിച്ചു. ശക്തികൾ ഉപയോഗിച്ച് ചിറകുകൾ സൃഷ്ടിക്കുക എന്നത് ഏറ്റവും ശക്തരായ ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു വിദ്യയാണ്. കുറഞ്ഞത് ശക്തി ചക്രവർത്തി എന്ന ഉയർന്ന നിലയെങ്കിലും വേണം. പക്ഷേ ഭാഗ്യവശാൽ അമരന് ഇങ്ങനെ ഒരു പ്രത്യേക പറക്കൽ വിദ്യ ലഭിച്ചു. അത് ഉപയോഗിച്ച് അവൻ ആകാശത്ത് പറക്കാനും മേഘങ്ങളെ സ്പർശിക്കാനും കഴിയും. പറക്കാനുള്ള തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന ആവേശത്തിൽ അവൻ പതുക്കെ കടലാസ് തുറക്കാൻ തുടങ്ങി. പിന്നെ കടലാസ് മുഴുവനായി തുറന്നപ്പോൾ കടലാസിനുള്ളിൽ 2 മാന്ത്രിക കഴുകന്റെ തൂവലുകൾ കണ്ടു. ചിറകുകൾ അത്ര വലുതല്ലെങ്കിലും അവയിൽ നിന്ന് വിചിത്രമായ ചൂട് പുറപ്പെടുന്നതായി അമരന് തോന്നി. കറുത്ത ചിറകുകളുടെ തിളക്കം കണ്ടപ്പോൾ ചിറകുകൾ കറുത്ത ഇരുമ്പ് കൊണ്ടുള്ളതാണെന്ന് അവന് തോന്നി. ഗുരുദേവ, ഈ ചിറകുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ഇരുമ്പ് പോലെ തോന്നുന്നു, അമരൻ പറഞ്ഞു. ഓ അമര, ഇതൊരു പ്രത്യേക തരം ഇരുമ്പാണ്. വളരെ നല്ല ഇരുമ്പ്. ഈ ഇരുമ്പ് എപ്പോഴും ചെറുതായി ചൂടായിരിക്കും. ഓ, അതുകൊണ്ടാണോ ഞാൻ ഈ കടലാസ് സ്പർശിക്കുമ്പോൾ എന്റെ കൈ ഇത്ര ചൂടാകുന്നത്? തണുപ്പിക്കാൻ വേണ്ടി അതിൽ മെല്ലെ ഊരി നോക്കിക്കൊണ്ട് പറഞ്ഞു അമരൻ. ശ്വാസമടക്കി പിടിച്ച് അമരൻ ഭയന്ന് 2 അടി പിന്നോട്ട് വെച്ചു. കാരണം അവന്റെ ശ്വാസം കൊണ്ട് ആ മാന്ത്രിക ചിറകുകൾ ഒരു യഥാർത്ഥ കഴുകൻ തോല് പോലെ പറന്നു തുടങ്ങി. ഈ അത്ഭുതം സ്വന്തം കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അമരന് വിശ്വസിക്കാനായില്ല. അവൻ വീണ്ടും അതിന്റെ അടുത്ത് ചെന്ന് താൻ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ ഭയത്തോടെ ഒന്നുകൂടി ഊതി നോക്കി. അത് വീണ്ടും വിറച്ചു. അത് കണ്ടവൻ വീണ്ടും ഞെട്ടി. ഇടത്തെ ചിറകടിക്കുമ്പോൾ അതിന്റെ ചിറക് കണ്ട് അമരന്റെ കണ്ണുകളും ചിറകിന്റെ അരികിൽ എഴുതിയ വാക്കുകൾ ശ്രദ്ധിച്ചു. അവനത് വായിക്കാൻ ശ്രമിച്ചു. കറുത്ത കഴുകൻ. ഇത്രയും പറഞ്ഞ് ചിറകുകൾ പെട്ടെന്ന് അടിക്കുന്നത് നിർത്തി. ഇത് കണ്ട അമരൻ മുന്നിലേക്ക് വന്ന് അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാൻ തുടങ്ങി. ഈ ചിറകുകൾ 5ാമത്തെ ഉയർന്ന നിലയിലുള്ള ഒരു മാന്ത്രിക കഴുകന്റേതാണ്. നിഗൂഢ മൃഗങ്ങളുടെ ചരിത്രമനുസരിച്ച് ഇവ കഴുകന്മാരുടെ പിൻഗാമികളാണ്. ഏറ്റവും അപകടകാരിയായ മാന്ത്രിക ജീവികളിൽ ഈ പക്ഷിക്ക് ഉയർന്ന വേഗതയിൽ പറക്കാൻ കഴിയും. ഇവയെ കീഴടക്കുന്നത് മിക്കവാറും അസാധ്യമാണ്. ഇത് വായിച്ചപ്പോൾ തന്നെ അമരന്റെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു. 5ാം നിലയിലെ മാന്ത്രിക ജീവി, അമരൻ പറഞ്ഞു. അവൻ വളരെ ആശ്ചര്യപ്പെട്ടു. കാരണം 5ാം തലത്തിലുള്ള ഒരു മാന്ത്രിക മൃഗം, ഭാവനയ്ക്ക് അതീതമായ ശക്തി. അവൻ ഉടൻ തന്നെ സ്വയം നിയന്ത്രിച്ച് കറുത്ത കടലാസിൽ എഴുതിയത് വായിക്കാൻ തുടങ്ങി. കഴുകന്റെ ചിറകുകൾ എന്നാണ് ഈ വിദ്യയുടെ പേര്. ഇതിന് മറ്റൊരു പേരുമുണ്ട്, മേഘധ്രുവമ തൂവലുകൾ. സുഹൃത്തുക്കളെ, ഈ കറുത്ത കഴുകനെ പിടിക്കാൻ എനിക്ക് 3 വർഷമെടുത്തു. എനിക്ക് എന്റെ 4 സുഹൃത്തുക്കളുടെ സഹായം ലഭിച്ചത് കൊണ്ടാണ് അത് സാധ്യമായത്. പിന്നെ ഒരു പ്രത്യേക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഞാനും എന്റെ മറ്റു കൂട്ടാളികളും ചേർന്ന് ഈ വിദ്യ തയ്യാറാക്കി. ഇതിന്റെ സഹായത്തോടെ നമുക്കും ഒരു മാന്ത്രിക കഴുകനെ പോലെ ആകാശത്ത് പറക്കാൻ കഴിയും. ഒരു യഥാർത്ഥ മനുഷ്യന് മാത്രമേ ഈ സാങ്കേതിക വിദ്യ പഠിക്കാൻ കഴിയൂ. ഇത് വായിച്ച അമരൻ ഒരിക്കൽ കൂടി ചിന്തിച്ചു. 5ാം നിലയിലുള്ള ഒരു രാജകീയ കഴുകനെ പിടിക്കാൻ കഴിഞ്ഞ ഈ മനുഷ്യൻ എത്ര ധൈര്യശാലിയായിരിക്കും. ഇത് ശരിക്കും എന്റെ സങ്കല്പത്തിനപ്പുറമാണ്. അവൻ പിറുപിറുത്തു.
ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അമരൻ കടലാസിൽ നിന്ന് കണ്ണുകളെടുത്ത് ആ തൂവലുകളിലേക്ക് ഒന്നുകൂടി നോക്കി. ആ കടും ധ്രുമവർണ്ണത്തിലുള്ള തൂവലുകൾ ഒന്നുകൂടി തൊട്ടു നോക്കണമെന്ന് അവന് തോന്നി. ആ തൂവലിൽ സ്പർശിച്ചുകൊണ്ട് കൈ പതുക്കെ ചലിപ്പിച്ചു. ആ തൂവലിന്റെ സ്പർശനം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അമ്പരപ്പോടെ കൈ തിരിച്ചു പിടിച്ച് അമരൻ ചിന്തിച്ചു, ഈ തൂവലുകളാണ് ഈ പക്ഷിയുടെ യഥാർത്ഥ തൂവലുകൾ. പക്ഷേ ഇതെങ്ങനെ? അവൻ ഒരിക്കൽ കൂടി തൂവലുകൾ കൈകൊണ്ടടിക്കാൻ തുടങ്ങി. ആ തൂവൽ ഒന്നുകൂടി ഇളകി. ഇത് കണ്ട അമരൻ തന്റെ കൈ പിൻവലിച്ചുകൊണ്ട് ചോദിച്ചു, ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ചിറകുകൾക്ക് ഇപ്പോഴും ജീവനുണ്ടോ? അവൻ സ്വയം പറഞ്ഞു. പെട്ടെന്ന് ചിറകടിച്ചുയരുന്നത് കണ്ട് അമരൻ അമ്പരന്നെങ്കിലും ആ ചിറകുകൾക്കുള്ളിൽ ഏതോ ജീവൻ ഒളിഞ്ഞിരിക്കുന്നതായി അവന് തോന്നി. അവന്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അപ്പോൾ മോതിരത്തിൽ നിന്നും പെട്ടെന്ന് വരുണമിത്രന്റെ ശബ്ദം മുഴങ്ങി. അമര, നീ പറഞ്ഞത് ശരിയാണ്. ഈ തൂവലിൽ ഒരു ആത്മാവ് ശേഷിക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ അബോധാവസ്ഥയിലാണ്. വരുണമിത്രൻ പറഞ്ഞു. ആത്മാവ് അബോധാവസ്ഥയിലോ? എന്താണ് ഗുരുവേ, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? എന്താണ് ഇതിന്റെ അർത്ഥം? അമരൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഈ വിദ്യയുടെ ഉപജ്ഞാതാവ് കഴുകനെ കൊല്ലുക മാത്രമല്ല, പക്ഷിയിൽ നിന്ന് ചിറകും ആത്മാവും എടുത്ത് രണ്ടും ഒന്നാക്കി. അതുകൊണ്ടാണ് ഈ തൂവലുകൾ പറക്കുന്നത്. ഇതിന് വളരെ പ്രത്യേകമായ ഒരു വിദ്യ ആവശ്യമാണ്. ഇതുപോലെ എന്തെങ്കിലും സവിശേഷമായ രീതിയിൽ ചെയ്താൽ മാത്രമേ ഈ പറക്കുന്ന വിദ്യ പ്രവർത്തിക്കൂ. വരുണമിത്രൻ വിശദീകരിച്ചു. ഇത് കേട്ട് അമരൻ അല്പം ദുഃഖിതനായി. സംശയത്തോടെ വരുണമിത്രനോട് ചോദിച്ചു, ഗുരു, ഒരു ആത്മാവ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വിദ്യ പഠിക്കണോ അതോ വേണ്ടെന്ന് വെക്കണോ? ഇനി ഈ വിദ്യ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? എനിക്ക് ഭയം തോന്നുന്നു ഗുരുവേ. വരുണമിത്രൻ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ ചോദ്യത്തിന് ഉത്തരം നൽകി. പാഞ്ചാല രാജകുമാരന് പ്രേതങ്ങളെ ഭയമാണോ? ശരി, നീ ഒന്നും പേടിക്കണ്ട. കാരണം ഇതൊരു വേറിട്ട ആത്മാവാണ്. പറക്കുന്നതിന് മുമ്പ് ഈ പക്ഷി ചിറകുകൾ പറിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചിറകുകൾ സ്വയം ബോധമില്ലാതെ പറക്കും. ഒരേ ഒരു കാര്യം ഇപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. നീ ഈ വിദ്യ ഉപയോഗിക്കുമ്പോഴെല്ലാം സൂക്ഷിക്കുക. കാരണം ആത്മാവുള്ളത് കൊണ്ട് പറഞ്ഞതല്ല. ഇതൊരു സാധാരണ വിദ്യയല്ല. വളരെ വളരെ ശക്തമായ ഒരു വിദ്യയാണ്. ആർക്കും അത്ര വേഗത്തിൽ പഠിച്ചെടുക്കാൻ കഴിയില്ല. വരുണമിത്രൻ പറഞ്ഞു. ശരി ഗുരുദേവ, ഈ വിദ്യ ഉപയോഗിച്ചാൽ ആ മാന്ത്രിക പക്ഷിയുടെ ആത്മാവ് എന്നെ ആക്രമിക്കുമെന്ന് ഭയന്നു. കാരണം ഇതൊരു സാധാരണ പക്ഷിയല്ല. അത് 5ാം തലത്തിലുള്ള രാജകീയ കഴുകനാണ്. അതുകൊണ്ടാണ് ഞാൻ ഭയപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് അല്പം ആശ്വാസമായി. വരുണമിത്രൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം മിണ്ടാതെ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അമരൻ ആ കറുത്ത ചിറകുകളിലേക്ക് ഒന്നുകൂടി നോക്കി. എന്നിട്ട് ആ കറുത്ത കടലാസിൽ എഴുതിയ വിദ്യകളുടെ വിശദാംശങ്ങൾ വായിക്കാൻ തുടങ്ങി. പക്ഷേ അവനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഗുരു, ഇവിടെ എഴുതിയിരിക്കുന്ന നിബന്ധനകൾ എനിക്ക് ശരിയായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇനി ഞാനിത് എങ്ങനെയാണ് മനസ്സിലാക്കുക ഗുരുദേവ? അവൻ ആശങ്കയോടെ ചോദിച്ചു. വരുണമിത്രൻ പറഞ്ഞു. ഒരിക്കൽ കൂടി വായിക്കൂ അമര. മനസ്സ് ഏകാഗ്രമാക്കി ക്ഷമയോടെ വായിക്കൂ. 2-3 തവണ അത് വീണ്ടും വീണ്ടും വായിച്ചു മനസ്സിലാക്കൂ. വരുണമിത്രൻ പറഞ്ഞു. അവൻ പതിയെ കടലാസിൽ എഴുതിയ വാക്കുകൾ മനസ്സിലാക്കാൻ തുടങ്ങി. അതിലെഴുതിയിരിക്കുന്ന വാക്കുകൾ അമരന് ക്രമേണ മനസ്സിലായി. ഗുരുദേവ, ഇതെന്താണ്? ഈ കടലാസിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ വിദ്യ ഉപയോഗിക്കുമ്പോൾ കറുത്ത തൂവലുള്ള മാന്ത്രിക പക്ഷിയുടെ ആത്മാവ് ആ വിദ്യ ഉപയോഗിച്ച ആളെ ആക്രമിക്കും. ഒരു വ്യക്തിക്ക് ആ ആക്രമണം താങ്ങാൻ കഴിയുമെങ്കിൽ ആ വ്യക്തിക്ക് ഈ വിദ്യ തുടർന്നും പഠിക്കാം. പക്ഷേ മാന്ത്രിക പക്ഷിയുടെ ആക്രമണത്തെ നേരിടാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ വിദ്യ ഉപയോഗിക്കാനുള്ള ആഗ്രഹത്തെ അയാൾ ഉപേക്ഷിക്കണം. നോക്കൂ ഗുരു, ഈ വിദ്യ കൊണ്ട് അപകടമില്ലെന്ന് അങ്ങ് പറഞ്ഞു. എന്നാൽ ഈ കടലാസിലെ രേഖകളിൽ നിന്നും വ്യക്തമാക്കുന്നത് അങ്ങനെയല്ല. ഇതിൽ അപകടമുണ്ടെന്ന് തോന്നുന്നു, അമരൻ പറഞ്ഞു. അവൻ ചെറുതായി പരിഭ്രാന്തനാകാൻ തുടങ്ങി. ഈ വിദ്യ കൈകാര്യം ചെയ്യണോ വേണ്ടയോ എന്നറിയാതെ അമരൻ കുഴങ്ങി. നിന്റെ ഭയം
അകറ്റാനാണ് ഞാൻ ഇത് നിന്നോട് പറഞ്ഞത്. ഒന്ന് മനസ്സിലാക്കൂ. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഒരു രീതിയുണ്ട്. ഒന്നും നമുക്ക് എളുപ്പത്തിൽ സ്വായത്തമാക്കാൻ സാധിക്കണമെന്നില്ല. എളുപ്പത്തിൽ ലഭിക്കുന്നതൊന്നും ശാശ്വതമായി നിലനിൽക്കില്ല. അതിനായി നീ നിന്റെ ഉള്ളിലെ കരുത്ത് മനസ്സിലാക്കിയാൽ മതി അമര. ആ മാന്ത്രിക പക്ഷിയെ പേടിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിപ്പോൾ അബോധാവസ്ഥയിലാണ്. ആത്മാവിന്റെ ദൗർബല്യങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. വരുണമിത്രൻ അമരന് ഉപദേശം നൽകി. ഇത് കേട്ട് ധൈര്യം സംഭരിച്ച് അമരൻ വിദ്യ പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അത് ഉപയോഗിക്കാനായി 2 കൈകൾ കൊണ്ടും പക്ഷിയുടെ ചിറകുകൾ രണ്ടും അമർത്തി ദീർഘനിശ്വാസമെടുത്ത് കണ്ണുകൾ അടച്ചു. തൂവലിലേക്ക് ശരീരത്തിൽ നിന്ന് ചെറിയ തോതിൽ ഊർജം കുത്തിവെച്ചപ്പോൾ തന്നെ തൂവലിൽ മയക്കിക്കിടത്തിയ മാന്ത്രിക പക്ഷിയുടെ ആത്മാവ് പെട്ടെന്ന് മയക്കത്തിൽ നിന്നും ഉണർന്നു. എന്നിട്ട് ഭയങ്കര സ്വരത്തിൽ അലറി വിളിച്ചു. കേൾവിക്കാരനെ വിരളി പിടിപ്പിക്കും വിധം ഭയങ്കരമായിരുന്നു അതിന്റെ ശബ്ദം. ആ കരച്ചിൽ ശബ്ദത്തെ തുടർന്ന് തൂവലിൽ നിന്ന് തിളങ്ങുന്ന ഒരു പ്രകാശം കടലാസിലൂടെ അമരന്റെ കൈകളിലേക്ക് പ്രവഹിച്ചു. എന്നിട്ട് അവന്റെ മനസ്സിലേക്ക് അതുവഴി പ്രവേശിച്ചു. ആദ്യമായാണ് ഒരാത്മാവ് അവനെ ആക്രമിക്കുന്നത്. ആത്മാവിന്റെ ശക്തി ഉള്ളിലേക്ക് ഇരച്ചു കയറിയപ്പോൾ അവന്റെ ശരീരം മുഴുവൻ പെട്ടെന്ന് വിചിത്രമായി വിറയ്ക്കാൻ തുടങ്ങി. തുടർന്ന് അവന്റെ മുഖം പതുക്കെ വിളറി വെളുത്തു. അവന്റെ അവസ്ഥ കണ്ട ഉടനെ വരുണമിത്രൻ ഉറക്കെ വിളിച്ചു, അമര, നീ നന്നായി ശ്രദ്ധിക്കൂ. നിന്റെ ഉള്ളിലെ ആത്മാവിനെ വലിച്ചെടുക്കൂ. അമര, പക്ഷിയുടെ ആക്രമണത്തിൽ നിന്ന് മനസ്സിനെ സംരക്ഷിക്കൂ. എത്ര ആക്രമിച്ചാലും അതിപ്പോഴും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ആ ആത്മാവിന് നിന്നെ കീഴടക്കാൻ സാധിക്കില്ല. പക്ഷേ അത് നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ആ കഴുകന്റെ ആത്മാവിൽ കേന്ദ്രീകരിച്ച് അതിനെതിരെ പ്രത്യാക്രമണം നടത്തി പോരാടുക, വരുണമിത്രൻ പറഞ്ഞു. വരുണമിത്രന്റെ വാക്കുകൾ അമരന്റെ ചെവിയിലെത്തി. പക്ഷേ അവന്റെ പല്ലുകൾ ശക്തിയായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ സാവധാനം ശാന്തനായ അമരൻ ആന്തരിക ശക്തി ഉപയോഗിച്ച് മനസ്സിന് ചുറ്റും ഒരു കവചം രൂപപ്പെടുത്താൻ തുടങ്ങി. അത് ക്രമേണ ആത്മാവിന്റെ ആക്രമണത്തിൽ നിന്ന് അവന്റെ മനസ്സിനെ സംരക്ഷിച്ചു. ഇത് മനസ്സിലാക്കിയ പക്ഷിയുടെ ആത്മാവ് പെട്ടെന്ന് ആക്രമണം നിർത്തി. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കഴുകന്റെ ആത്മാവ് അമരന്റെ നിയന്ത്രണത്തിലായതായി അമരൻ തിരിച്ചറിഞ്ഞു. പക്ഷെ അവന്റെ ശരീരം അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള കാരണം ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആ പക്ഷിയുടെ ആത്മാവ് അവന്റെ മനസ്സിനെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആക്രമണം അവസാനിച്ചു എന്ന് കരുതി അമരൻ ആശ്വസിച്ചപ്പോൾ തന്നെ അതിന്റെ പെട്ടെന്നുള്ള ആക്രമണം അമരനിൽ വീണ്ടും ഭീതി ജനിപ്പിച്ചു. അയാൾ വീണ്ടും ഭയപ്പെട്ടു തുടങ്ങി. മാത്രമല്ല, പെട്ടെന്നുണ്ടായ ഈ ആക്രമണത്തിന് മുമ്പുള്ള ആക്രമണത്തെക്കാൾ ശക്തി കൂടുതലായിരുന്നു. മുമ്പത്തതിനേക്കാൾ ശക്തമായ ആക്രമണം. ഈ ആക്രമണത്തിൽ നിന്ന് തന്റെ മനസ്സിലെ കവചം പതിയെ മാഞ്ഞു തുടങ്ങിയതായി അമരൻ തിരിച്ചറിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച വേദന അമരന് വീണ്ടും അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. മനസ്സിനെ ശാന്തമാക്കൂ അമര. നീ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോവരുത്. നിന്റെ മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കൂ. അല്ലാത്ത പക്ഷം നീ മൃഗമായി മാറും. വേണ്ട രീതിയിൽ നിന്റെ ശക്തി ഉപയോഗിക്കൂ അമര. ആ ആത്മാവിനേക്കാൾ ശക്തനാണ് നീ. അമരന്റെ മനസ്സിനെ വരുണമിത്രൻ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. ഗുരുവിന്റെ ആവേശകരമായ ശബ്ദം കേട്ട് അമരൻ ഒരു ദീർഘനിശ്വാസമെടുത്തു. വീണ്ടും തന്റെ ആന്തരിക ശക്തി ഉപയോഗിച്ച് അവന്റെ മനസ്സിന് ചുറ്റും മറ്റൊരു കവചം നിർമ്മിക്കാൻ തുടങ്ങി. ഒരു സാഹചര്യത്തിലും കരുണയില്ലാത്ത ആ മൃഗം തന്റെ മനസ്സിനെ കീഴടക്കാൻ അവൻ അനുവദിക്കാൻ ഒരുക്കമായിരുന്നില്ല. ഏകദേശം 10 നിമിഷം കഴിഞ്ഞപ്പോൾ പക്ഷിയുടെ ആത്മാവ് അവന്റെ മനസ്സിനെ ആക്രമിച്ചു ക്ഷീണിച്ചു. അതിനുശേഷം കഴുകന്റെ ആത്മാവ് പതിയെ പതിയെ അതിന്റെ പരാജയം ഏറ്റുവാങ്ങാൻ തുടങ്ങി. അധ്യായം 87. അമരന്റെ നക്ഷത്രശക്തി 5ാം നിലയിലുള്ള മൃഗത്തിന് തുല്യമായിരുന്നില്ലെങ്കിലും വർഷങ്ങളായി നിരവധി ആക്രമണങ്ങൾ നേരിട്ടതിനാൽ ആക്രമണങ്ങളിൽ നിന്ന് മനസ്സിനെ സംരക്ഷിക്കാൻ അവൻ പഠിച്ചു കഴിഞ്ഞിരുന്നു.